Hi friends, അങ്ങനെയുണ്ട് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ. ഇന്നലെ നമ്മൾ അത് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫ്രേസസ്. ഒരു ഫ്രേസ് എന്താണ് ഇംഗ്ലീഷിൽ അല്ലേ? ഒരു ഫ്രേസ് എന്ന് പറയുമ്പം ഒരു ഒറ്റ വാക്ക് വേണമെങ്കിൽ ഒരു ഫ്രേസ് എന്ന് വിളിക്കാം. ഒറ്റ വാക്കിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ ഫ്രേസ് എന്ന് വിളിക്കാം. ഈ ഒറ്റ വാക്കിനെ സാധാരണയായിട്ട് ഇതിൻ്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ പറയുന്നത് അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകൾ, അതാണ് ഫ്രേസ്. പൂർണ്ണ അർത്ഥമില്ല, അതെന്നാ അർത്ഥമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നില്ലേ എ കാറ്റ് ഡ്രിങ്കിങ് മിൽക്ക്, അർത്ഥമുണ്ട്, പക്ഷേ പൂർണ്ണ അർത്ഥമില്ല. അങ്ങനെ അപൂർണ അർത്ഥമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥമില്ലാത്ത ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു വാക്കിനെ നമുക്ക് ഒറ്റ വാക്കേ ഉള്ളെങ്കിലും അതിനെ ഫ്രേസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇതാ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതല്ല, ക്യാറ്റ് ഫ്രേസാണ്. എന്തുകൊണ്ട്? അതിനെ വികസിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ വാക്കുകൾ ചേർത്ത് അതിനെ ഒരു വാക്കുകളുടെ കൂട്ടമാക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഒരു വാക്കിനെയും നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഞാനത് എക്സാമ്പിളുണ്ടല്ലോ, ക്യാറ്റ് ഫ്രേസാണ്. എ ക്യാറ്റ് നമ്മൾ വലുതാക്കി. ദ ക്യാറ്റ് അതും ഫ്രേസാണ്. ദ ബ്ലാക്ക് ക്യാറ്റ് ഉണ്ടോ, ചേർന്ന് പോകുന്നുണ്ട്, അതിനെ വലുതാക്കുക. ദ ബ്ലാക്ക് ക്യാറ്റ് ഡ്രിങ്കിങ് മിൽക്ക്. ദ ബ്ലാക്ക് ക്യാറ്റ് ഡ്രിങ്കിങ് മിൽക്ക്. വീണ്ടും ദ ബ്ലാക്ക് ക്യാറ്റ് ഡ്രിങ്കിങ് കോൾഡ് മിൽക്ക്. തണുത്ത പാൽ, ചൂട് പാൽ തന്നെ കുടിക്കുകയല്ലോ. അടുത്തതാണ് ദ ബ്ലാക്ക് ക്യാറ്റ് ഡ്രിങ്കിങ് മിൽക്ക് കോൾഡ് മിൽക്ക്. ദ ബ്ലാക്ക് ക്യാറ്റ് ഡ്രിങ്കിങ് കോൾഡ് മിൽക്ക് കെപ്റ്റ് ഇൻ എ പോട്ട്. ഇതുപോലെ ഇതിനെ വികസിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വാക്കിനെയും നമ്മളിപ്പോൾ ഫ്രേസ് എന്ന് വിളിക്കുന്നു. കാരണം ആ ഒറ്റ വാക്കിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റു വാക്കുകൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ വേറെ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളെന്നിരിക്കട്ടെ, ട്രെയിനിന് ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, എന്നാലും നമ്മൾ വിളിക്കുന്നത് എന്നാ ട്രെയിൻ അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രെയിൻ എന്ന് വിളിക്കുന്നത്? കാരണം കൂടുതൽ കമ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ചേർത്ത് മതിയില്ല, ഇത്രയും ചേർത്താൽ മതി, ചേർത്തങ്ങ് പോകാൻ പറ്റും. അതാണ് അതിനെ ട്രെയിൻ എന്ന് വിളിക്കും. ഒരെണ്ണാണെങ്കിൽ നമ്മൾ ട്രെയിൻ എന്ന് വിളിക്കും. അല്ല, കമ്പാർട്ട്മെൻറ്റ് പോകുന്നു നമ്മൾ പറയില്ല, ട്രെയിൻ അങ്ങനെ പറയും. അത് മനസ്സിലായല്ലോ. അത് വേറെ എക്സാമ്പിളാണ് ബോയ്. ഫ്രേസ് ആണത്. എ ബോയ്, അതിനെ വലുതാക്കുക. ദ ബോയ്. ദ ബോയ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. എഴുതിയിട്ടുണ്ട്, ദ ബോയ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ദ ക്ലവർ ബോയ്. നിങ്ങൾ ചിലപ്പോൾ ക്യാറ്റിന് ശേഷം അല്ലെ ആ വാക്കിന് ശേഷമേ വാക്കുകൾ ചേർക്കാൻ. അല്ല, അതിന് മുമ്പും ചേർക്കാം, പിൻപിൻ ചേർക്കാം. ഇതാണ് എക്സാമ്പിൾ. ദ ക്ലവർ ബോയ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ദ ക്ലവർ സ്മാർട്ട് ബോയ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. The clever, smart, bright boy waiting for the result. ഇനിയും നമുക്ക് വലുതാകാം. The clever, smart, bright boy waiting for the result to be published. അത് ഫ്രേസ് അല്ലേ? അതുകൊണ്ടാണ് ഒറ്റ വാക്കിനെയാണെങ്കിലും നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ലേഡി, വേറെ എ ലേഡി.
the lady with the lamp. Florence Nightingale പറ്റി പറയുന്നത്. The beautiful lady with the lamp. The beautiful lady with the lamp walking along the street. The beautiful lady walking along the street with her father. അപ്പോൾ അത് ഇരുവശത്തും ചേർക്കാം. ഒരു മെയിൻ വാക്ക് ഒരു മെയിൻ വേർഡ് ഉണ്ട്. ആ മെയിൻ വേർഡിനെ അതിൻ്റെ മുൻപും പിൻപും നമുക്ക് മാറ്റുക, വേറെ കാര്യങ്ങളൊക്കെ വിശേഷണങ്ങളൊക്കെ എഴുതി ചേർക്കാം. അതുകൊണ്ടാണ് ആ മെയിൻ വേർഡിനെ ഒറ്റയാണെങ്കിലും നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഈ മെയിൻ വേർഡ് ഏതാണെന്ന് നോക്കി, ഇവിടെ ഒരു നൗണാണ് അല്ലേ? നാമം, കാറ്റ്, ബോയ്, ലേഡി, നൗണാണ്. ഇപ്പോൾ ഒരു ഫ്രേസിനകത്ത് ഒരു മെയിൻ വേർഡ് ഉണ്ട്. സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്നത് മെയിൻ ലൈഫ്. ഒരു ഫ്രേസിന് ജീവൻ കൊടുക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് നൗൺ ആണെങ്കിൽ ആ ഫ്രേസിനെ നമ്മൾ വിളിക്കുന്നതാണ് നൗൺ ഫ്രേസ്. അല്ലെ ഷോർട്ടായിട്ട് നമ്മൾ പറയും NP. മനസ്സിലായോ? ഈ ഞാനിവിടെ എഴുതിയിരിക്കുന്നതെല്ലാം നൗൺ ഫ്രേസസ് ആണ്. എന്തുകൊണ്ടാണ് നൗൺ ഫ്രേസസ്? അതിൻ്റെ മെയിൻ വേർഡ് അല്ലെങ്കിൽ ഹെഡ് വേർഡ്, തലവാക്ക്, തലവൻ എന്ന് പറയല്ലേ, കുടുംബത്തിൻ്റെ തലവൻ എന്ന് പറയല്ലേ, ക്ലാസിൻ്റെ തലവൻ ആരാ? ടീച്ചർ. ഇപ്പം എന്ന് പറയുന്നത് ആ ഫ്രേസിൻ്റെ ജീവൻ കൊടുക്കുന്നത് ന്യൂക്ലിയസ് എന്നൊക്കെ നമ്മൾ പറയുക, സെല്ലിൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ഒട്ടുമായ അർത്ഥം എന്താ വരും? ദ ബ്ലാക്ക് ഡ്രിങ്കിങ്. ആ ഫ്രേസിൻ്റെ ജീവനില്ലെന്നായി. ദ ബ്ലാക്ക് കാറ്റ് ഡ്രിങ്കിങ്, അതിൻ്റെ പകരം നമ്മൾ പറയാം ദ ബ്ലാക്ക് ഡ്രിങ്കിങ്. എന്തെങ്കിലും അർത്ഥം? ഒരർത്ഥം മനസ്സിലാകുന്നുണ്ട്. ഇപ്പം നൗൺ ഹെഡായിട്ട് വരുന്ന ഒരു ഫ്രേസ്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നൗൺ ഫ്രേസ്. ഇപ്പം നിങ്ങൾ പറയാം വാട്ട് ഈസ് നൗൺ, എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറയാൻ? എന്താ നമ്മുടെ ഉത്തരം? ഇതാണ് നൗൺ മെയിൻ വാക്കായിട്ട് വരുന്നത്. അതായത് ഒരു പേര്, നാമം. അതാണ് ആദ്യം ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടണം, എന്നാലേ നമുക്ക് ഇതിനകത്തോട്ട് കയറിപ്പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു ഗേറ്റ് ശരി ചുമ്മാ തുറന്ന് കയറാൻ പറ്റില്ല. ആദ്യം എൻ്റെ ലോക്ക് തുറക്കണം, അത് കഴിഞ്ഞ് ആ ലോക്ക് ഇടുന്ന ഒരു സ്ഥലമില്ല, അത് ഇങ്ങനെ പിടിച്ച് പോക്കണം, പിന്നെ അത് ഓടാമ്പൽ മാറ്റണം, പിന്നെ ഗേറ്റ് തുറന്ന് അത് തുടരണം. ഇപ്പം നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെയാണ്. ഇപ്പം നമ്മൾ ഗേറ്റിലോട്ട് കയറാൻ പോവാം. 2 ക്ലാസ്സിലൂടെ കഴിയുമ്പോൾ ഗേറ്റിൽ കയറും. അപ്പം നമ്മൾ കാണുന്നതാണ് സെൻറ്റൻസ്, SENTENC, വാക്യം. വാക്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാഷയ്ക്കകത്തായി. വാക്യത്തിലെത്തിയാൽ പിന്നെ വാക്യം, സെൻറ്റൻസ്, അതിലേക്കുള്ളൊരു പ്രയാണം, യാത്രയാണ് നമ്മൾ ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ, നൗൺ ഫ്രേസ് എന്താണ്? വാട്ട് ഈസ് എ നൗൺ ഫ്രേസ്? എ നൗൺ ഫ്രേസ് is a phrase with a noun as its head word. ഒരു നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകളുടെ കൂട്ടത്തിൽ ഒരു ലൈഫ് ഉണ്ട്. നമ്മൾ പിടിവള്ളി അല്ലെ, ലൈഫ്, പിടിവള്ളി എന്ന് പറയാൻ പറ്റിയ ലൈഫ്, കേന്ദ്രം ഉണ്ട്. ആ കേന്ദ്രം ഒരു നൗൺ ആണെങ്കിൽ ആ വാക്കുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് നൗൺ ഫ്രേസ്, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾ പറയും NP. ഒരു
നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ NP. ഇപ്പം NP എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇതാണ്, ഒരു വാക്കായാലും മതി. ചിലപ്പോൾ ഒരു വാക്ക് എഴുതിയിട്ട് ഞാൻ പറയും NP എന്ന് പറയും. അപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ്, വാക്കുകളുടെ കൂട്ടം എന്നല്ലേ പറഞ്ഞു, എന്നിട്ട് എങ്ങനെയാണ് അതിനകത്തൊരു വാക്കേ ഉള്ളല്ലോ. അതിൻ്റെ ഉത്തരവാണ് ഒരു വാക്കേ ഉള്ളെങ്കിലും അതിനെ വികസിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയും, എന്നാണോ മെൻ, all men, all those men working on the field, all those smart men working in the field, all those hard-working men working in the field, all those fat men working on the field. അതിനകത്ത് ഹെഡ് വേർഡ് ഏതാ? മെൻ. തൊട്ടും ഞാൻ പറഞ്ഞത് എഴുതിയിട്ടില്ല, ബോർഡ് ചെറുതായതുകൊണ്ട് എല്ലാം എഴുതാൻ പറ്റിയല്ല. ലേഡിയുടെ കാര്യം ലേഡി. അപ്പം അതിനകത്ത് ഹെഡ് വേർഡ് ഏതാ? ലേഡി. അപ്പം ഒന്നുകൂടെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകളുടെ ഒരു കൂട്ടം വാക്കുകൾ, അതിനൊരർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥം പൂർണ്ണമല്ല. പൂർണ്ണമായ അർത്ഥം ഉള്ള ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാതെ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രേസിലേക്ക് കടന്നത്. പൂർണ്ണമായ അർത്ഥമുള്ള ആരാ? സെൻറ്റൻസ്. അതിലേക്കുള്ളൊരു പോക്കാണ്. അപ്പോൾ പക്ഷെ ഒരു വാക്കേ ഉള്ളെങ്കിലും അതിനെ ഫ്രേസ് എന്ന് പറയാം. കാരണം അതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു വാക്കുകളുടെ കൂട്ടമായിട്ട് അതിന് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാക്കിനാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസ് എന്താണ്? ഈ വാക്കുകളുടെ കൂട്ടത്തിൽ ഒരു മെയിൻ വേർഡ് ഉണ്ട്. മെയിൻ വേർഡ് ആണെന്ന് എങ്ങനെ അറിയും? അപ്പോൾ ആ വാക്കിനെ എടുത്ത് മാറ്റിയാൽ മതി, അപ്പോൾ അതൊന്നുമില്ലെന്നായി. അത് പറയാം, ഉദാഹരണം പറയാം, ക്യാറ്റ് എടുത്ത് മാറ്റി അപ്പോൾ അതിനകത്ത് ലൈഫ് ഏതാണ്? അത് ജീവൻ കൊടുക്കുന്നതാണ് ക്യാറ്റ്. ഇത് നമ്മൾ 2 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എടുത്ത ആ മെയിൻ വേർഡ് ആദ്യത്തേനകത്ത് ക്യാറ്റ് എടുത്ത് കളഞ്ഞ് ഒരർത്ഥമില്ലെന്നായി. രണ്ടാമത്തേനകത്ത് ബോയ് എടുത്ത് കളഞ്ഞ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്യാറ്റ്, ബോയ്, അതൊക്കെ നൗണാണ്. അത് ഈ വാക്കുകളുടെ കൂട്ടത്തിന് ജീവൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ന്യൂക്ലിയസ്, സെല്ലിനകത്ത് ന്യൂക്ലിയസ് അതൊരു എക്സാമ്പിളാണ്. അങ്ങനെ വേണം നമുക്കത് കമ്പയർ ചെയ്യാം, നമുക്കത് താരതമ്യ പഠനം നടത്താം. അപ്പം ഒരു വാക്കുകളുടെ കൂട്ടത്തിൽ ഏത് വാക്കാണോ ആ കൂട്ടത്തിന് ജീവൻ നൽകുന്നത് എന്ന് പറയാൻ സിമ്പിളായിട്ട് നമ്മൾ പറയാൻ പ്രധാനപ്പെട്ട വാക്ക് അത്ര ഓർത്താൽ മതി. ജീവൻ്റെ കാര്യം ഓർക്കണം, അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പോട്ടെ. ഒരു വാക്കുകളുടെ കൂട്ടത്തിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? അതിനെ നമ്മൾ ഹെഡ് വേർഡ് എന്ന് പറയും. ഹെഡ് വേർഡ്, വേർഡ് WORD, വാക്ക്, തലവാക്ക്, തലവനായ വാക്ക് എന്ന് പറയുന്നത്. അതൊരു നാമമാണെങ്കിൽ, ഒരു നൗൺ ആണെങ്കിൽ അതിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് NP. ഷോർട്ട് ഫോം NP. ഇത്രയും പറഞ്ഞ് നിർത്താം. നമുക്ക് പിന്നെ അടുത്ത ദിവസം കാണുന്നവരെയും ബൈ, ഹാവ് എ നൈസ് ഡേ. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, ഞാൻ പറഞ്ഞൊരു എക്സസൈസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഒരു ദിവസം ഒരു വാക്ക് പഠിക്കും, അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക. എന്നിട്ടത് നാമമാണോ, ക്രിയയാണോ, അഡ്ജക്റ്റീവാണോ, അഡ്വർബാണോ, എന്ന് പ്രിപ്പൊസിഷനാണോ, പാർട്ടിസിപ്പിളാണോ എന്നൊക്കെ നോക്കുക. അതിങ്ങനെ പഠിക്കുക. അതെല്ലാ ദിവസവും ചെയ്യണം. സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും ഒരു പരസ്യമില്ലേ, മുട്ട തിന്നണമെന്നൊരു പരസ്യമില്ലേ. സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും മുട്ട കഴിക്കണം. അതുപോലെ തന്നെ സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും നിങ്ങൾ ഒരു വാക്ക് ഒരു ദിവസം പഠിച്ചിരിക്കണം. ഓക്കെ, ബൈ.